ആഗോള അയ്യപ്പ സംഗമം. ശബരിമല വിഷയത്തിന് ശേഷം സർക്കാരിനോടുണ്ടായിരുന്ന വിശ്വാസികളുടെ കടുത്ത അമർഷം തണുപ്പിക്കാനും അയ്യപ്പനെ ഒരു ആഗോള ബ്രാൻഡായി ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ട ഈ സംഗമം ഇപ്പോൾ സ്ഥാപനപരമായ അട്ടിമറികളുടെയും സാമ്പത്തിക ദുരൂഹതകളുടെയും നിഴലിലാണ്. വിശ്വാസ സംരക്ഷണത്തിന്റെ മറവിൽ നടന്ന ഈ പടുകൂറ്റൻ പരിപാടി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. സർക്കാരും ദേവസ്വം ബോർഡും തുടക്കം മുതൽ അവകാശപ്പെട്ടത് ഈ പരിപാടിക്ക് സീറോ കോസ്റ്റ് സ്പോൺസർഷിപ്പ് മോഡൽ ആണെന്നാണ്. അതായത് ഭരണകൂടത്തിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ ഒരു രൂപ പോലും ചിലവില്ലാതെ സ്വകാര്യ സ്പോൺസർമാരുടെ സഹായത്തോടെ പരിപാടി നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയും സുതാര്യതയുടെ വ്യവസ്ഥാപിതമായ തകർച്ചയുമാണ്. സാധാരണക്കാരായ ഭക്തർ തങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ നിന്ന് നീക്കിവെച്ച് നൽകുന്ന കാണിക്കപ്പണമാണ് ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തരം പൊതുപണം വിനിയോഗിക്കുമ്പോൾ ഓരോ നയാ പൈസയ്ക്കും കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ഈ ഉത്തരവാദിത്വ ബോധം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. പരിപാടിയുടെ സാമ്പത്തിക വശങ്ങളിലെ പ്രധാന പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേവസ്വം ബോർഡിന് ഒരു രൂപ പോലും ചിലവില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഏകദേശം 8.5 കോടി രൂപ ചിലവായതായി കണക്കാക്കപ്പെടുന്നു. 45 ദിവസത്തിനകം കണക്ക് ഹാജരാക്കണമെന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി നൽകിയ സമയപരിധി കഴിഞ്ഞ് 5 മാസം പിന്നിട്ടിട്ടും കൃത്യമായ കണക്കില്ല. മുഴുവൻ തുകയും സ്പോൺസർമാരിൽ നിന്ന് ലഭിക്കുമെന്നാണ് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അവകാശവാദങ്ങൾ. എന്നാൽ സ്പോൺസർഷിപ്പ് ഇനത്തിൽ ലഭിക്കേണ്ട 3.4 കോടി രൂപ ഇപ്പോഴും കിട്ടാനുണ്ട്. ഇത് ഫലത്തിൽ വലിയ നഷ്ടമാണ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞ പരിപാടിയിൽ യഥാർത്ഥത്തിൽ പങ്കെടുത്തത് 600-ൽ താഴെ മാത്രം ആളുകളാണ്. ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് കേരളത്തിലെ 1450ഓളം ചെറുകിട ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത്. സ്പോൺസർഷിപ്പ് കിട്ടാതെ വന്നതോടെ ഈ നഷ്ടം നികത്താൻ ക്ഷേത്ര ഫണ്ടുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് വിശ്വാസികളോടുള്ള വഞ്ചനയാണ്. സ്പോൺസർമാർ പണം നൽകാൻ തയ്യാറാവാത്തത് സർക്കാരിനും ദേവസ്വം ബോർഡിനും വിശ്വാസികൾക്കുമിടയിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനെയാണ് അടിവരയിടുന്നത്. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഹൈന്ദവ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ PR വ്യായാമമായിരുന്നു അയ്യപ്പ സംഗമം എന്നത് വ്യക്തമാണ്. വിശ്വാസികളെ ചേർത്തു നിർത്താനാണ് ഈ പരിപാടി എന്ന് അവകാശപ്പെടുമ്പോഴും അതിന്റെ ദൃശ്യാവിഷ്കാരം മറിച്ചൊരു കഥയാണ് പറയുന്നത്. പരിപാടിയുടെ കൂറ്റൻ ഫ്ലക്സുകളിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ചിത്രങ്ങൾ നിറഞ്ഞു നിന്നപ്പോൾ അയ്യപ്പന്റെ ചിത്രം വെറും സ്റ്റാമ്പ് സൈസിലായി ഒതുങ്ങി. ഭക്തർ ശബരിമലയിലേക്ക് വരുന്നത് ഭരണാധികാരികളുടെ ചിത്രങ്ങൾ കണ്ടിട്ടല്ല എന്ന പ്രാഥമിക യാഥാർത്ഥ്യം പോലും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രദർശനമായിരുന്നു ഇത്. അയ്യപ്പനെ ബ്രാൻഡ് ചെയ്യുക എന്ന വ്യാജേന സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് ഇവിടെ ശ്രമം നടന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസിലേക്ക് നീങ്ങുന്നു എന്ന തിരിച്ചറിവിൽ ഹിന്ദു വോട്ട് ബാങ്ക് ഏകീകരിക്കാനുള്ള CPMന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു ഈ സംഗമം. NSS, SNDP, KPMS തുടങ്ങിയ ജാതി സംഘടനകളുടെ നേതാക്കളെയാണ് വേദിയിലെത്തിച്ചതും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഉൾപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഒഴിഞ്ഞ കസേരകളും അപര്യാപ്തമായ പങ്കാളിത്തവും തെളിയിക്കുന്നത് ഹിന്ദു സമൂഹത്തെ കൂടെ നിർത്താനുള്ള CPMന്റെ ഈ നീക്കം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പൊതുപണം ഉപയോഗിക്കുന്നത് ഏതു പരിപാടിക്കും സുതാര്യമായ ടെൻഡർ നടപടികൾ അനിവാര്യമാണ്. എന്നാൽ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിക്കപ്പെട്ടു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ നൽകിയ നടപടിയെ ഊറ്റാലുങ്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളാണ് ഉയരുന്നത്. ജർമ്മൻ കണക്ഷൻ എന്ന അവ്യക്തമായ കാരണം പറഞ്ഞ് ടെൻഡർ നടപടികൾ ഒഴിവാക്കിയത് പ്രത്യേക സംഘത്തിന് കോടികൾ തരപ്പെടുത്താനെന്നുള്ള ആരോപണം ശക്തമാണ്. സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും വിവിധ വകുപ്പ് സെക്രട്ടറിമാരും 10 മാസത്തിനിടെ ചായയ്ക്കും ലഘുഭക്ഷണത്തിനുമായി ഏകദേശം 6.5 ലക്ഷത്തിലധികം രൂപ ചിലവാക്കിയെന്നത് ഭരണപരമായ അശ്ലീലമാണ്. പരിപാടിയുടെ ബ്രാൻഡിങ്ങും പരസ്യങ്ങൾക്കുമായി വലിയൊരു തുക ദുരൂഹമായ സാഹചര്യത്തിൽ ചിലവഴിച്ചു. 4000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ബോർഡ് അംഗങ്ങൾ അവകാശപ്പെടുമ്പോഴും വെറും 600 പേർ മാത്രം പങ്കെടുത്തതും ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യവും ഭരണപരമായ വലിയ പരാജയമാണ്. ദേവസ്വം ബോർഡിനെതിരെയുള്ള ഇപ്പോഴത്തെ ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതല്ല. ശബരിമലയുടെ പേരിൽ മുൻകാലങ്ങളിൽ നടന്ന അഴിമതികളുടെ തുടർച്ചയാണിത്. മുൻകാലത്തെ പല കേസുകളും ഇപ്പോഴും അന്വേഷണ നേടിലാണ് എന്നത് നിലവിലത്തെ ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹൈദരാബാദ് കമ്പനി കൊടിമരത്തിനായി 3.5 കോടി രൂപ നൽകിയിട്ടും സെലിബ്രിറ്റികളിൽ നിന്നും ഭക്തരിൽ നിന്നും വീണ്ടും പണവും സ്വർണവും പിരിച്ചെടുത്തതിൽ ഒരു തട്ടിപ്പുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നടന്നതായി പറയപ്പെടുന്ന ക്രമക്കേടുകൾ ഹൈക്കോടതി ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത് ക്രൈം സ്പാൻ കാലഘട്ടത്തിലെ ബോർഡ് നടപടികൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് ടീമിന്റെ റഡാറിലാണ്. മുൻ ബോർഡുകളുടെ കാലത്ത് നടന്ന അഴിമതികളിലും നിലവിലത്തെ ബോർഡിനെ സംശയത്തിനിടയിലാക്കുന്നു. ഈ പഴയ ട്രാക്ക് റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമത്തിലെ ഓരോ പൊരുത്തക്കേടുകളും ഹൈക്കോടതിയും SITയും അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നത്. ഏതായാലും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്ന പരിപാടി സാമ്പത്തികമായും സംഘടനാപരമായും വലിയൊരു ദുരന്തമായിരുന്നുവെന്ന് വസ്തുതകൾ തെളിയിക്കുന്നു. മാധ്യമ ഗൂഢാലോചന എന്ന
പഴയ ക്ലീഷേ ക്യാപ്സ്യൂളുകൾ ഉപയോഗിച്ച് ഇനി ഈ അഴിമതികളെ പ്രതിരോധിക്കാൻ സർക്കാരിനോ ബോർഡിനോ കഴിയില്ല. സ്പോൺസർഷിപ്പ് എന്ന പുകമറയ്ക്കുള്ളിൽ നടന്നത് വിശ്വാസികളുടെ പണത്തിന്റെ ധൂർത്താണോ എന്ന് നിയമം കണ്ടെത്തേണ്ടതുണ്ട്. ഓരോ ഭക്തന്റെയും കാണിക്കപ്പണം ആരുടെയെങ്കിലും PR വർക്കിനോ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കോ ഉള്ളതല്ല. വിശ്വാസത്തിന്റെയും വിശ്വാസികളുടെയും പേരിൽ നടത്തുന്ന ഇത്തരം സംഗമങ്ങൾ അഴിമതിയുടെ താവളങ്ങളാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പൂർണ്ണമായ സുതാര്യതയും ശിക്ഷാ നടപടികളും അനിവാര്യമാണ്. നന്ദി.